ഹലോ എവ്രി വൺ, ദിസ് ഇസ് മീ ശ്രീദേവി. ഇപ്പൊ നമ്മള് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ചില ക്വസ്റ്റ്യൻസ് എന്താ നമ്മൾ ചെയ്തു വരുമ്പോൾ a plus b the whole square is equal to a square plus 2ab plus b square. ഈ ഫോമിൽ കിടക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് അല്ലെ, ഈ ഫോമിലോട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ ഈ ഫോമിലായിരിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോമിലോട്ട് ആക്കും അല്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തത്. ഈ സെഷനിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, പക്ഷേ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഫോമിൽ കിട്ടത്തില്ല. ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിന് പകരം ചിലപ്പം എ സ്ക്വയർ പ്ലസ് എന്താണ് കെ എക്സ് വരെയോ അത്രയൊക്കെ കാണുള്ളൂ, ഇതുവരെയൊക്കെ കാണുള്ളൂ. ബാക്കി ഇവിടെ ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് വേറൊന്നും കാണത്തില്ല, ഇവിടെ ഒന്നും വരത്തില്ല ഇവിടെ സ്ക്വയർ വരാൻ വേണ്ടി. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണം നോക്കാം. അപ്പൊ ഇതെന്താ, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫോമിലോട്ട് നമുക്ക് എഴുതാൻ പറ്റാതെ വരും. അപ്പോൾ അതിന് ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. എന്താണ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്? ഇതില് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പം ആ പ്രോബ്ലംസിൽ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് എന്ന് ചിലപ്പോൾ ഒരു സൈഡിൽ വരും, ഈക്വൽ ടു ബി ഇങ്ങനെയെന്ന് വെച്ചോ. ഇവിടെ എന്താണ് പ്ലസ് ബി സ്ക്വയർ എന്നോ അങ്ങനെ എന്തും അല്ല, ഇവിടെ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം അങ്ങനെ വന്ന ഒരു, പക്ഷേ ഇത് ഇപ്പം ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കണം. എന്താണ് എക്സിന്റെ കോഎഫിഷ്യന്റ്? അപ്പൊ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ്, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ കെ. ഇവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് കെ എഴുതിയിട്ട് ഇതിന്റെ ഹാഫ് എടുക്കുക, ഓക്കെ, എന്നിട്ട് ഇതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ എന്ത് ചെയ്തു, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ കിടക്കണം അതെടുക്കുക. ഇവിടെ എന്താണ് കെ എടുത്തിട്ട് അതിന്റെ ഹാഫ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക ഈ സൈഡിലോട്ട്. ഈ സൈഡിലോട്ട് ആഡ് ചെയ്യുമ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇക്വേഷന് ഒരു മാറ്റവും വരുത്തരുത്. അപ്പൊ മാറ്റം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇവിടെയും കൂടെ ആഡ് ചെയ്തേക്കണം. സെയിം രീതിയിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് അതിന്റെ ഹാഫ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യണം, ഓക്കെ. ഇനി ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമുക്കിതിനെ നേരെ എന്തിലോട്ടാക്കാം, എക്സ് പ്ലസ് കെ ബൈ 2 ദി ഹോൾ സ്ക്വയർ അല്ലേ, ഇതിനെ എക്സ് പ്ലസ് കെ ദി ഹോൾസ് കെ ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് പ്ലസ് കെ ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽ ടു ഇത് അതുപോലെ തന്നെ വരും. ഇത് പിന്നെ സോൾവ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതിയില്ലേ. ഇതിങ്ങനെ കാണുമ്പോൾ കെ ബൈ 2 ഇതൊക്കെ വരും, പക്ഷെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം. ഇനി ഈ എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് ആണെങ്കിലോ, എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ്, ഇനി എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ അതുപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ്, എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ ഹാഫ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും എന്താണ് ആഡ് ചെയ്യണം, കണ്ടോ. ഇനി ഇതെന്ത് വരും, ഇത് എക്സ് മൈനസ് എന്ന് വരും. ഇവിടെ എന്താ മൈനസ് കിടക്കണുണ്ട്, ഇവിടെ എക്സ് മൈനസ് കെ ബൈ 2 the whole square is equal to b plus k by 2 the whole square. പിന്നെ നിങ്ങൾ സോൾവ് ചെയ്യണം, ഓക്കെ. ഈ ഒരു മെത്തേഡ് അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് കെ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും, പിന്നെ മൈനസ് ആണെങ്കിൽ ഇവിടെ പോലെ എക്സ് മൈനസ് കെ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇത് അറിഞ്ഞിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ ഈ മെത്തേഡിന്റെ പേരെന്താ,
കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An isosceles triangle like the one shown below must be made. ഇത് ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. The height must be 2 meters less than the base. ഹൈറ്റ് ഇതാണ് ഈ ബ്ലാക്ക് ലൈൻ പോണില്ല, ഇതാണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ ആവുമ്പോ എന്താണ്? ഈ സൈഡ് രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ സൈഡും ഈക്വൽ എന്ന് പറയാം. ഇനി the height must be 2 meters less than the base. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേസിനേക്കാൾ 2 meters ലെസ് ആണ്. And the area should be 12 square meters. ഏരിയ എന്താണ്? 12 square meters. ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഇത് ബേസ്. ഇപ്പൊ ഇത്ര നമുക്ക് ഡേറ്റ തന്നിരിക്കണം. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ ഇതിന്റെ ഓരോ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഈ ബേസ് കണ്ടുപിടിക്കണം, ഈ രണ്ട് സൈഡ്സും കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഈ ഒരു ഹൈറ്റ് വന്നപ്പം ഇതെന്താ? രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയി അല്ലേ? ഇതിന്റെ ഏരിയ എങ്ങനെ? ഈ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് BH അല്ലേ? ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഹാഫ് BH നമുക്ക് H അതുപോലെ തന്നെ H ആയിട്ട് തന്നെ എടുക്കുന്നു. അല്ല, H ആയിട്ടല്ലോ. H എന്താണ്? B-2 അല്ലെ? ബേസിൽ നിന്ന് 2 മീറ്റർ കുറവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കത് എഴുതാം. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് അതുപോലെ തന്നെ വെക്കുക. ഹൈറ്റ് എന്തായിരുന്നു? ബേസിനേക്കാൾ 2 മീറ്റർ കുറവാ. അപ്പൊ Hന്റെ സ്ഥാനത്ത് B-2 എന്ന് എഴുതി. നമുക്ക് ഏരിയ തന്നിട്ടുണ്ടല്ലോ. ഏരിയ എത്രയാ തന്നിരിക്കണേ? 12 അല്ലേ? 12 സ്ക്വയർ മീറ്റേഴ്സ്. ഏരിയ എന്ന് പറയുന്നത് 12 സ്ക്വയർ മീറ്റേഴ്സ്. അപ്പൊ 12 is equal to half into B into B-2. ഞാനിത് ഈ 2 ഇവിടെ ഫുൾ 3 പ്രോഡക്റ്റ് അല്ലേ വേണം. അപ്പൊ എനിക്ക് ഈ 2 ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ എന്താ? 12 into 2 is equal to B into B-2 അല്ലെ? ഇതെന്താണ്? B into B-2. അതെങ്ങനെയാ? B into B സ്ക്വയർ മൈനസ് 2 into B. ഇപ്പൊ 2B. അപ്പൊ B സ്ക്വയർ മൈനസ് 2B. അപ്പൊ ഞാൻ ഇവിടെ B സ്ക്വയർ മൈനസ് 2B എന്ന് എഴുതി. ഈ ഹാഫിന്റെ ഈ 2 എന്ത് ചെയ്ത് ഇങ്ങോട്ട് പോയി. അപ്പൊ 1 into B into B-2. ഇത് സോൾവ് ചെയ്ത് നമുക്ക് B സ്ക്വയർ മൈനസ് 2B കിട്ടി. ഇനി 12 into 2 24 is equal to B സ്ക്വയർ മൈനസ് 2B. നോക്കിക്കേ, B സ്ക്വയർ മൈനസ് 2B. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളൊരു ഇക്വേഷൻ എന്താ? X സ്ക്വയർ മൈനസ് KX ഫോമിലല്ലേ ഇതിപ്പോ കിടക്കുന്നേ? X സ്ക്വയർ മൈനസ് KX ഫോമില് അല്ലേ? അപ്പൊ നമുക്കിനി എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എടുക്കാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ എന്താ പറഞ്ഞേ? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കണം. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ? B കിടക്കണമെന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മള് ബിന്റെ കോഎഫിഷ്യന്റ് എടുക്കണം. ബിന്റെ കോഎഫിഷ്യന്റ് എന്താ? 24 is equal to B square minus 2B. ബിന്റെ കോഎഫിഷ്യന്റ് 2. അപ്പൊ എന്താണ്? ഇവിടെ പ്ലസ്, ഇത് പ്ലസ് ചെയ്യുക ചെയ്യാൻ വേണം. അപ്പം 2 ഇതിന്റെ ഹാഫ് എടുക്കുക അല്ലെ? ബിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതിന്റെ ഹാഫ് എടുത്ത് ഞാൻ, എന്നിട്ട് ഇതിന്റെ സ്ക്വയർ എടുത്ത് ഇവിടെ ഈ ഒരു ടേം ആഡ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഞാൻ ഈ സൈഡിലും കൂടെ ചെയ്യണം അല്ലെ? അപ്പൊ എന്താണ്? ഇവിടെയും 2/2 the whole square പ്ലസ് ചെയ്യും. നോക്കിക്കേ, 2/2 the whole square എന്താ?
2/2 1 ആവും. അപ്പൊ 1 സ്ക്വയർ എന്താവും? 1 തന്നെ. 1 + 24 = b സ്ക്വയർ - 2b. ഇവിടെ എന്താ 2/2 എന്ന് പറയുന്നത് 1 ആകും. 1ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ്? 1 തന്നെ. അപ്പൊ +1. അപ്പം ഇതിനെ എനിക്ക് ഇത്ര എഴുതേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? ഇല്ല. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചെയ്താ എന്ത് ചെയ്താൽ മതി? അപ്പം kx ഫോമിലല്ലേ ഇത് കിടക്കുന്നേ? x² - kx ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് കഴിഞ്ഞ് നമ്മൾ ആ മെത്തേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ എങ്ങനെ എഴുതാം? x - k/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇവിടെ k/2 ദി ഹോൾ സ്ക്വയർ k/2 എന്താ? ഇവിടെ 2/2 k/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തിരിക്കുന്നത് 2/2 ആ. അതെന്താണ്? 1. അപ്പൊ എന്താ? എനിക്ക് നേരെ ഇതിന് എന്ത് ചെയ്താൽ മതി? b മൈനസ് അല്ലേ? b എക്സിന്റെ സ്ഥാനത്ത് b ആ. b - 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. ഇനി 24 + 1 25 = b - 1 ദി ഹോൾ സ്ക്വയർ. ഇനി നോക്കിക്കേ, 25 = b - 1 ദ ഹോൾ സ്ക്വയർ. ഇത് ഞാൻ റൂട്ട് എടുക്കാൻ പോവാ. റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്താ? ഈ സ്ക്വയർ പോവാം. √25 = b - 1 ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ റൂട്ടിന്റെ അകത്താക്കും. അപ്പൊ എന്താ? √25 5 അല്ലെ? 5 സ്ക്വയർ അല്ലേ 25. അപ്പം 5 വന്നു. √b - 1 ദ ഹോൾ സ്ക്വയർ b - 1. ദാറ്റ് ഇംപ്ലൈസ്, ഇപ്പൊ നോക്കിക്കേ, ഇവിടെ 5 = b - 1 അല്ലെ? ഈ 5 ഇല്ലേ, ഇവിടെ 2 കേസസ് ഉണ്ട്. നമ്മൾ √25 വരുമ്പം റൂട്ട് മാറ്റുമ്പോൾ ഇത് +or-5 ആ. കാരണം 5 × 5 ഉം 25 ആ. -5 × -5 ഉം 25 ആ. അപ്പൊ എന്താ? 2 കേസസ് വന്നു അല്ലേ? അപ്പൊ ഞാൻ അത് ഇവിടെ എഴുതാം. അപ്പൊ എന്താ? കേസ് 1 എന്താ? ഒന്ന് 5 = കേസ് 1 5 = b - 1. ഇതെങ്ങനെ വരും? അപ്പൊ b = -1 ഈ സൈഡിലോട്ട് വരുന്ന 5 + 1 ആവും അല്ലെ? 5 + 1 6 ആ. ഇനി കേസ് 2 നോക്കിക്കേ. ഇപ്പൊ എന്താ? -5 അല്ലെ? -5 = b - 1. ഓക്കെ. അപ്പൊ -5 = b - 1 വരുമ്പോ b എത്രയായിരിക്കും? ഈ -1 ഇപ്പുറത്തോട്ട് വരുമ്പോ -5 + 1 ആകും = -4. അപ്പൊ നമ്മുടെ b എന്താ? ഒരു ലെങ്താ അല്ലെ? ഒരു ലെങ്ത്തിന്റെ മെഷറാ. അപ്പൊ എപ്പോഴും എന്താണ്? അങ്ങനത്തെ മെഷർ എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരാവോ? ഇല്ല. അപ്പൊ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? b = 6 എടുക്കും. അപ്പൊ നമുക്ക് ബേസ് അല്ലെ? ഈ b എന്താ? നമ്മുടെ ബേസ് അല്ലെ? b നമ്മുടെ ബേസ് അല്ലെ? ½ BH വെച്ചൊക്കെ ചെയ്തു. അതിന്റെ ഇടയിലാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്തത് അല്ലെ? ഏരിയ അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നമുക്ക് ബേസ് കിട്ടി. ഇനി നോക്കിക്കേ, ബേസ് കിട്ടി, എനിക്ക് ഹൈറ്റ് കിട്ടുമല്ലോ. ഹൈറ്റ് = ഹൈറ്റ് അപ്പൊ എത്ര വരും? ബേസ് നമുക്ക് 6 കിട്ടി. ബേസ് എനിക്ക് 6 കിട്ടി, 6 meters കിട്ടി. ഹൈറ്റ് എന്താണ്? b - 2 എന്ന് എഴുതി. 2 meter കുറവാന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 6 - 2 = 4 meters. അപ്പൊ ബേസും ഹൈറ്റും ആയി. ഇനി നോക്കിക്കേ, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ സൈഡ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഇതിനകത്ത് ഒരു സൈഡ് കിട്ടി, ബേസ് കിട്ടി. ഇനി ഈ സൈഡ്സ് അല്ലേ? അപ്പൊ ഇതെങ്ങനെ എടുക്കണം? ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാം? ഈ ട്രയാങ്കിൾ ഇല്ലേ, ഇതിൽ ഒരു ട്രയാങ്കിൾ എടുക്കുക, ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 2 റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എന്താ? ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് എത്രയാണ്? 4 meters. ബേസ് മൊത്തത്തിൽ എത്രയായിരുന്നു? 6 ആയിരുന്നു അല്ലേ? മൊത്തം 6 ആയിരുന്നു. അപ്പൊ 6 പകുതി ഇവിടെ 3ഉം ഇവിടെയും 3 ആവും അല്ലേ? ഇത് മിഡ് പോയിന്റ് ആ. ഓക്കെ.
അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്താ, ഇത് ഹൈറ്റ് വരും, പിന്നെ ഈ 3 സെന്റിമീറ്റർ എന്ന ബേസും വരും, ഈ ഹൈപ്പോട്ടന്യൂസും വരും. എന്നിട്ട് എന്താ, പൈതഗോറസ് തിയറം വെച്ച് ഞാൻ ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പോകും. ഇത് കിട്ടിയ ഓട്ടോമാറ്റിക്കലി എന്താ, ഇത് ഈ സൈഡും സെയിം ആയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ട്രയാങ്കിൾ എടുത്ത് വരയ്ക്കാം. ഈ ട്രയാങ്കിൾ വേണ്ട, ആ ട്രയാങ്കിൾ. ഇതെന്താണ്, ഹൈറ്റ്, ഇത് ബേസ് അല്ലേ. ഈ ബേസ് എത്രയായിരുന്നു, 3 meters അല്ലേ. ഇതെത്രയായിരുന്നു, 4 meters. നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയായിരുന്നു അല്ലേ. കണ്ട, 6 meters കിട്ടി. h എന്ന് പറഞ്ഞാൽ b-2. ഇവിടെ നമുക്ക് 4 meters കിട്ടി. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം അല്ലെ. ഹൈപ്പോട്ടന്യൂസ് പൈതഗോറസ് തിയറം എന്താ പറയുന്നേ, പൈതഗോറസ് തിയറം എന്താണ്, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്താ ഇവിടുത്തെ ബേസ് എന്തൊക്കെയാ, 3 meters. 3 square പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താ 4. 4 square is equal to ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയില്ല, അത് ഞാൻ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് തന്നെ കൊടുത്തു. അപ്പൊ എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to 3 square എന്ന് പറയുമ്പോൾ 9 പ്ലസ് 4 square എന്ന് പറയുമ്പോൾ 16. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to 9 plus 16 25. എന്നിട്ട് ഞാൻ ഇതിന്റെ റൂട്ട് എടുക്കാൻ പോവാം. അപ്പൊ എനിക്ക് ഹൈപ്പോട്ടന്യൂസ് കിട്ടും അല്ലെ. റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താ, ഹൈപ്പോട്ടന്യൂസ് തന്നെ. റൂട്ട് ഓഫ് 25 5. അപ്പൊ നമുക്ക് എന്താ, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഈ 5 കിട്ടി. എന്ന് വെച്ചാൽ എന്താ, മറ്റേ നമ്മുടെ വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് കിട്ടി അല്ലേ. ഇതെന്താണ്, ഇത് നമുക്ക് 5 ആയിട്ട് കിട്ടി. അപ്പൊ ഇതും എന്താവും, ഇതും 5 ആവും. ഇത് നമുക്കറിയാം 6 അല്ലേ. അപ്പൊ നമുക്ക് സൈഡ്സ് കിട്ടിയില്ലേ, ഇപ്പൊ ആൻസർ കിട്ടിയില്ലേ. എളുപ്പമല്ലേ, കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ, പക്ഷെ എളുപ്പ. നമുക്ക് ജസ്റ്റ് നമ്മുടെ സിമ്പിൾ ഇക്വേഷൻസ് ആയ ഏരിയ ഓഫ് ദ ട്രയാങ്കിളും കാര്യങ്ങളും പിന്നെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അത് ചെയ്ത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one side of a right triangle is 1 centimeter shorter than twice the side perpendicular to it. ഇതെന്താന്ന് വെച്ചാൽ ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ലെ, റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് തമ്മിലാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെ. വൺ സൈഡ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ 1 centimeter ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പൊ ആ പെർപെൻഡിക്കുലർ സൈഡ്സ് നോക്കിയാൽ അത് തമ്മിൽ ഇത് ആ ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇത് ഈ ഒരു സൈഡ് എടുത്തു. ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്, 1 centimeter ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു. അപ്പം ഈ ഒരു സൈഡ് എടുക്കുവാണെങ്കിൽ, എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, സോറി ഈ സൈഡ് അല്ല, ഈ ഒരു സൈഡ് എടുക്കുവാണെങ്കിൽ മറ്റേ സൈഡിന്റെ ഇരട്ടിയിൽ നിന്ന് ഒരു എത്രയാണ്, സെന്റിമീറ്റർ കുറവായിരിക്കും. അപ്പൊ ഈ സൈഡ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഇരട്ടിയിൽ നിന്ന് 1 സെന്റിമീറ്റർ കുറവായിരിക്കും. അപ്പൊ എന്താണ്, ഈ സൈഡ് എക്സ് ആയിട്ട് എടുത്തെന്ന് വെച്ചോ, ഇതെന്താകും, ഈ സൈഡിന്റെ ഇരട്ടിയിൽ നിന്ന് 1 സെന്റിമീറ്റർ. ഈ സൈഡിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x, അതിൽ നിന്ന് 1 സെന്റിമീറ്റർ കുറവ് അല്ലെ. അപ്പൊ അത് 2x minus 1. And the hypotenuse is 1 centimeter longer than twice the length of this side. അപ്പം ഇതേ സൈഡിന്റെ തന്നെ എന്താണ്, ഈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുക.
അപ്പൊ അതെന്താ പറയുക, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് ഈ സൈഡിൽ നിന്ന് എന്താ 1 centimeter ലോങ്ങർ ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. അപ്പം ഇവിടെ ഇതിന്റെ ഇരട്ടിയിൽ നിന്ന് 1 centimeter കുറവാന്ന് പറഞ്ഞു. പക്ഷെ ഹൈപ്പോട്ടിന്യൂസ് എന്താ, ഇതിന്റെ ഇരട്ടിയിൽ നിന്ന് 1 centimeter കൂടുതൽ. അപ്പൊ ഇരട്ടിയിൽ നിന്ന് 1 centimeter കൂടുതൽ എന്ന് പറയുമ്പോൾ 2x + 1 ഇങ്ങനെ വരും. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ 3 സൈഡ്സിന്റെ ഇത് നമുക്ക് കിട്ടി. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 3 സൈഡ് തന്നെ, അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം പൈതഗോറസ് തിയറം, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ ഈ സൈഡ്സ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് അല്ലേ, പൈതഗോറസ് തിയറം. അതെന്താ പറയുന്നത്, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞു, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ എന്താ, ഹൈപ്പോട്ടിന്യൂസ് ഏതാ, 2x + 1 അല്ലേ. അപ്പൊ 2x + 1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് സ്ക്വയർ എന്താ, ബേസ് എന്ന് പറഞ്ഞാൽ 2x - 1. അപ്പൊ 2x - 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഏതാ, x സ്ക്വയർ അല്ലേ. ഇത് ഞാൻ എന്താ ഒന്നുകൂടി ചെറുതാക്കാം. അപ്പൊ നോക്കിക്കേ, 2x - 1 2x + 1 the whole square. 2x + 1 the whole square എന്ത് വരും, 2x the whole square plus 2 into a എന്താണ് 2x into b എന്ന് പറയണം 1, b എന്ന് പറയണം 1, ഇനി പ്ലസ് 1 സ്ക്വയർ എന്ന് വരും ഈക്വൽ ടു 2x - 1 the whole square. അപ്പൊ എന്താണ് 2x the whole square minus 2ab അല്ലെ, 2 into 2x into 1 അതാണ് 2ab പ്ലസ് എന്താണ് 1 സ്ക്വയർ തന്നെ വരും. 1 സ്ക്വയർ, ഇവിടെ എന്താ ഒരു x സ്ക്വയറും കൂടെ ഉണ്ട്, അപ്പൊ അതും കൂടി എഴുതാം, പ്ലസ് x സ്ക്വയർ. നോക്കിക്കേ, ഇവിടെ 2x the whole square ഇവിടെയും 2x the whole square ഉണ്ട് അല്ലേ. ഇത് തമ്മിൽ ക്യാൻസൽ ആവും, സെയിം സിമ്പിൾ. ഇപ്പൊ സെയിം സിമ്പിളും ആണ്, ടേമും സെയിം ആണെങ്കിൽ എന്താണ് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നോക്കിയേ, 2 into 2x into 1, ഇവിടെ നെഗറ്റീവ് ഇൻറ്റു ആ, അപ്പൊ നെഗറ്റീവ് ആ വന്നിരിക്കണം, അത് ക്യാൻസൽ ആവില്ല. ഈക്വൽ ടു ഇപ്പുറത്ത് ഇവിടെ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു കഴിഞ്ഞ് എന്താണ് ഇവിടെയും പ്ലസ് 1 സ്ക്വയർ, അപ്പൊ അതെന്താ ഇതും ക്യാൻസൽ ആവും. ബാക്കി എന്തുവാണ് 2 into 2x into 1, 2 into 2x into 1, പിന്നെന്താ ഉള്ളത് ബാക്കി, ഈ ഒരു സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴോ നെഗറ്റീവ് 2 into 2x into 1 അല്ലെ, നെഗറ്റീവ് 2 into 2x into 1 പ്ലസ് x സ്ക്വയർ എന്ന് പറഞ്ഞ ബാലൻസ് ഉണ്ട് അല്ലേ. ഇതിവിടെ ഒരു x സ്ക്വയറും കൂടെ ഉണ്ട്, അതും എടുത്തെഴുതണം. ഇപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്തത് മനസ്സിലായല്ലോ, ഈക്വൽ ടുന്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം സൈനും സെയിം ടേമും ആയതുകൊണ്ടാണ് നമ്മളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. കാരണം ഈ 2x ഹോൾ സ്ക്വയർ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും -2x ഹോൾ സ്ക്വയർ, അവിടെ എന്തായാലും അത് എന്താവും 0 ആകും. അതുപോലെയാണ് ഈ 1 സ്ക്വയറിന്റെ സ്ഥാനത്തും നമ്മൾ അത് എന്ത് ചെയ്തു, ഇവിടുന്ന് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഇനി നോക്കിക്കേ, നമുക്ക് ഇവിടുന്ന് ഇനി സോൾവ് ചെയ്യാം. 2 into 2x into 1, 2 into 2 4, 4 into x 4x into 1 4x, ഇനി -2 into 2 -4 into x into 1 എന്ന് പറയുമ്പോൾ -4x തന്നെ പ്ലസ് x സ്ക്വയർ. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, 4x -4x ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് 4x ആവും ഈക്വൽ ടു x സ്ക്വയർ. ഇതെന്താവും 8x ഈക്വൽ ടു x സ്ക്വയർ. ഇതിൻ്റെ അകത്ത് എന്താണ് ഒരെക്സ് ക്യാൻസൽ ആവും അല്ലേ. ഈ എക്സ്, ഈ 8x ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് അല്ലേ. അപ്പൊ എന്താണ്, എനിക്ക് സെയിം ഇത് തന്നെ എക്സും എക്സും കൂടെ ക്യാൻസൽ ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇവിടെ ക്യാൻസൽ ആവുന്ന എന്തുകൊണ്ടാ, ഇത് x/x എന്ന് വരും.
ഇവിടെ x/x കാണിച്ചു തരാം. x into x ഇവിടെ കിടക്കുന്നു. ഇത് 8x/x is equal to x എന്ന് വരും. That implies x equal to 8. കണ്ടോ? dx ഉം ക്യാൻസൽ ആയി. അങ്ങനെയാണ് x equal to 8. അപ്പൊ x equal to 8 കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്? സൈഡ്സ് കണ്ടുപിടിക്കണം അല്ലേ? അതിനകത്ത് x കിട്ടി. ഇനി നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കണം. ഇത് x ആയിരുന്നു. അപ്പം ഈ സൈഡ് എന്തായി? ഇത് 8 ആയി അല്ലേ? x equal to 8 എന്നുമായി. അടുത്തത് എന്താ? 2x minus 1 അല്ലേ? 2x minus 1 വരുമ്പോ എന്താണ്? 2x minus 1 വരുമ്പോ അത് നമുക്ക് x equal to 8 എന്ന് എഴുതാം. x equal to 8 2x minus 1 വരുമ്പോ എന്താവും? 2 into 8 minus 1. 8 2s are 16 minus 1 15. അടുത്ത എന്താണ്? 2x plus 1 ആയിരുന്നു ഹൈപ്പോട്ടിന്യൂസ്. Equal to 2 into 8 plus 1. 8 2s are 16 plus 1 is equal to 17. അപ്പൊ നമ്മുടെ സൈഡ്സ് എന്തൊക്കെയാണ്? The sides of the triangle are 8, 15 and 17. ഓക്കെ, നമുക്ക് സൈഡ്സ് കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ 2.6 meters long leans against a wall. ഇത് കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ പോൾ എന്ന് കരുതുക. ഇത് വോളാണെന്നും കരുതുക. ഈ പോള് ഈ വോളിലോട്ട് ചാരി നിൽക്കുക. The foot of the pole is 1 meter away from the wall. ഇപ്പൊ ഇത് 1 meter away എന്നാ പറഞ്ഞിരിക്കണം. 1 meter. ഇപ്പൊ ഫൂട്ട് ഓഫ് ദി പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് പോള്. ഇതിന്റെ ഫൂട്ട് ഇവിടെ. ഇതെന്ന് പറയുന്നത് എന്താണ്? 1 meter away from the wall. വാളിൽ നിന്ന് 1 meter അകലത്തിലാണ്. When the foot of the pole was pushed a little away. അപ്പം ഈ പോളിന്റെ ഫൂട്ടിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കുമെന്ന് വെച്ചോ. ലിറ്റിൽ എവേ ഫ്രം ദ വോള, വോളിൽ നിന്ന് കുറച്ചും കൂടെ നീക്കി. The top end slid down by the same length. അപ്പൊ ഇത് ഈ പോള് ഞാൻ ഇങ്ങനെ കുറച്ച് നീക്കുമ്പോ ഇങ്ങോട്ട് നീക്കിന്ന് വെച്ചോ. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചോ. അതുപോലെ ഇവിടുന്ന് എത്ര ലെങ്ത് നീങ്ങിയോ, ഇവിടെ എക്സ് ലെങ്ത് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പൊക്കത്തും എന്താണ്? എക്സ് ലെങ്ത് നീങ്ങിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഈ പോൾ ആദ്യം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നീക്കി അങ്ങോട്ട് വെച്ചു. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ഒരു എക്സ് മീറ്റർ വ്യത്യാസം വന്നു. അതേ വ്യത്യാസം തന്നെ ഇവിടെ പൊക്കത്തുനിന്നും വന്നു. ഇത് നമ്മൾ സാധാരണ തിരിക്കുമ്പോൾ കണ്ടിട്ടില്ല, ഇങ്ങനെ നീക്കി വെക്കുമ്പോൾ അതനുസരിച്ച് പൊക്കത്തുനിന്ന് ഇങ്ങനെ ഹൈറ്റ് ഇത് കുറയും അല്ലെ? അപ്പം ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മച്ച് വാസ് ദ ഫുട്ട് മൂവ്ഡ്? എന്താണ്? ഇവിടുന്ന് ഇവിടം വരെ എന്തോരാണ് നീക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഈ എക്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് നോക്കിക്കേ. ഈ ഫസ്റ്റ് ഇത് നോക്കുക. ആദ്യം വെച്ചിരുന്ന പൊസിഷൻ നോക്കുക. ഇവിടെ 1 meter ഉണ്ട്. പിന്നെന്താണ്? ഈ പോള് അല്ലെ? ഈ പോളിന്റെ ലെങ്ത് തന്നിട്ടില്ലേ? അതെത്രയാ പോളിന്റെ ലെങ്ത്? 2.6 meters അല്ലെ? പോളിന്റെ ലെങ്ത് 2.6 meters എന്ന് തന്നിട്ടുണ്ട്. അപ്പോ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? ഈ ആദ്യം പോൾ ഇരിക്കുന്ന പൊസിഷന് അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് പോളായിട്ട് എടുക്കുക. ബേസ് ലെവൽ എന്താണ്? ഫൂട്ട് ലെവല് അത് 1 meter ഉണ്ട്. ഇവിടം നമ്മൾ ഇനി കണ്ടുപിടിക്കണം. അപ്പോ hypotenuse square is equal to base square plus altitude square. Okay, ഇനി hypotenuse എന്താ? നമ്മുടെ
ഇവിടെ പോള് അല്ലെ, പോളിന്റെ ലെങ്ത് അതെന്താ 2.6. അപ്പൊ 2.6 the whole square is equal to ബേസ് എന്താ ഇത്രയും അല്ലെ, ഇത്ര എടുത്താൽ 1. അപ്പൊ 1 മീറ്റർ ആയിരുന്നു. അപ്പൊ ഇതിവിടെ എന്തോരും 1 സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് നമുക്കറിയില്ല അല്ലെ, വോളിന്റെ ലെങ്ത് നമുക്കറിയില്ല, അല്ലെങ്കിൽ കൊടുക്കായിരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അതുപോലെ തന്നെ 2.6 സ്ക്വയർ എത്രയാ, നമുക്ക് എന്താണ് 26 into 26 കണ്ടുപിടിച്ചാൽ പോരെ. 6 6 are 36, 6 2s are 12, 156 വരും. 6 2s are 12, 2 2s are 4, 1 5. ഇതെന്തോരും 676 വരും. 676 നോക്കിക്കേ, ഇവിടെ 2.6 into 2.6 ആണ് എന്ത്, 26 into 26 ആണ് 676. ഇവിടെ എന്താ 2 ഡെസിമൽ പ്ലേസസ് മാറ്റണം അല്ലെ. അപ്പൊ എന്താ 6.76 ആവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇടുക. 2.6 സ്ക്വയർ എന്താണ് 6.76 ഈക്വൽ ടു ഇതും കളയാം. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പം 6.76 is equal to 1 plus altitude square എന്ന് വരും. 6.76 എന്താ, ഇവിടെ 6.76, ഇവിടെ 1 ഇങ്ങോട്ട് വന്നിട്ട് -1 ആവും. അപ്പൊ എന്താണ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് വരും. ഇവിടെ എന്താ 6.76 -1 5.76 അല്ലെ, ഒരു 1 കുറച്ചു. 5.76 is equal to altitude square. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കിട്ടും. റൂട്ട് എടുക്കാൻ എന്ത് ചെയ്താൽ മതി, അപ്പൊ 576 എന്ന് എടുക്കുക. 5.76 അല്ല, നമുക്ക് 576 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കറിയാം 10 സ്ക്വയർ 100, 20 സ്ക്വയർ 400, 30 സ്ക്വയർ എത്രയാ 900 അല്ലേ. അപ്പൊ 30 സ്ക്വയർ വന്നപ്പോ 900. അപ്പൊ എന്താണ് 20ക്കും 30ക്കും ഇടയിലായിരിക്കും വന്നത് 576 അല്ലെ. 20 സ്ക്വയർ 400, പിന്നെ അത് കഴിഞ്ഞപ്പോൾ 900. അപ്പൊ എന്താണ് 20ക്കും 30യുടെ ആയിരിക്കും. അപ്പൊ എന്താണ് ഫസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ഇനി സെക്കൻഡ് ഡിജിറ്റ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡിജിറ്റിനെ നോക്കിക്കേ, ഇവിടെ ഫൈനൽ ഡിജിറ്റ് 6 അല്ലേ. അപ്പൊ 6 വരാനുള്ള പോസിബിലിറ്റി എങ്ങനെയായിരിക്കും. അപ്പൊ ഇവിടെ ഏത് ഡിജിറ്റ് വന്നം, ഇപ്പൊ 1 into 1 എന്ന് പറഞ്ഞാൽ 1 ആ വരിക. അപ്പൊ എന്താ, അത് പറ്റത്തില്ല. 2 into 2 4 വരും. 3 into 3 9, 4 into 4 16. അവിടെ 6 ഫൈനൽ വരണം. അപ്പൊ ഒന്നല്ലെങ്കിൽ 24 വരാം, പിന്നെ ഒരെണ്ണം ഏതാ 25 വരത്തില്ല. 5 5s are 25 അല്ലെ. അപ്പൊ 5 ലാസ്റ്റ് വരും. ഇനി 26 എടുക്കുമ്പോൾ 6 6 are 36, അവിടെയും 6 വരും. അപ്പൊ 24 അല്ലെങ്കിൽ 26 ആയിരിക്കും. നോക്കിക്കേ, അപ്പൊ 24 ആണോ 26 ആണോ നോക്കാം. 24 into 24 എത്രയാ, 4 4s are 16, 4 2s are 8 1 9, 4 2s are 8, 2 2s are 4, 6 9 8 17. 576 കിട്ടി. അപ്പൊ എന്താണ് 24 ആണ് 576ന്റെ റൂട്ട്. അപ്പൊ നമുക്ക് എന്താ 24 ആണ് 576ന്റെ റൂട്ട് എങ്കിൽ ഇവിടെ 5.76. അപ്പൊ ഇതെന്ത് വരും 2.4 വരും അല്ലെ. 2.4 into 2.4 ആണ് 5.76 ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ്. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അതെന്താണ്, നമ്മുടെ വോളിന്റെ ലെങ്ത് അല്ലെ, ഇത്രയാണ് 2.4. ഓക്കെ, സോ നമുക്ക് ഈ ലെങ്ത് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇപ്പൊ നമുക്ക് 2.4 എന്ന് പറഞ്ഞ് ഇതിന്റെ ഇതെല്ലാം കിട്ടി. 2.4 വോളും ബോളിന്റെ ലെങ്ത് കിട്ടി. നമുക്ക് ഈ ലെങ്തോ അല്ലെങ്കിൽ ഈ ലെങ്തോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ എക്സ് ആയിട്ട്. അപ്പൊ ഞാൻ നീക്കി കഴിഞ്ഞില്ല, നമ്മൾ പോള് നീക്കി ചരിച്ചു വെച്ചില്ല, ഒന്നുകൂടിയും ചരിച്ചു വെച്ചില്ലേ. ആ ഒരു ട്രയാങ്കിൾ നോക്കിക്കേ, ഇത് ഇവിടെ ഞാൻ പി ക്യൂ എന്ന് കൊടുത്തു. ഓ, ഇത് വേണമെങ്കിൽ പൊക്കത്തത് എയും ബിയും ആയിട്ട് കൊടുത്ത് പി ക്യൂ ഒ കൺസിഡർ ചെയ്യുക. പി ക്യൂ ഒ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, പി ക്യൂ ഒന്നുകൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. പി ക്യൂ ഒ വരുന്നത് എന്താണ്, ഇത് പി ക്യൂ ഒ ആന്ന് വെച്ചോ. ഇതിന്റെ പൊക്കത്തോട്ട് കിടക്കുന്നുണ്ട്, ഇതിന്റെ പൊക്കത്ത് ഇത് എക്സ് എന്ന് കിടക്കണം അല്ലെ.
ഇവിടം വരെ ആ എക്സിന്റെ ഈ ഒരു അറ്റം തൊട്ടാണ് 2.4 എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഈ സൈഡ് എന്തായിരിക്കും? 2.4 മൈനസ് എക്സ് എന്ന് വരും. ഈ ഒരു ട്രയാങ്കിൾ പി ഒയുടെ ലെങ്ത്. നമുക്ക് പി ക്യു അറിയാം, പോളിന്റെ ലെങ്ത് അത് എത്രയാ? 2.6. ഇതോ വോളിൽ നിന്ന് എത്രയാ? 1 അല്ലേ? വോളും ഈ പോളും തമ്മിൽ 1 മീറ്റർ അകലം അല്ലേ? ഇനി നീക്കുന്നതിന് മുന്നേ ഉള്ള ട്രയാങ്കിൾ ആട്ടോ ഞാൻ കൺസിഡർ ചെയ്തേ. ഇവിടെ നിന്ന് എനിക്കിനി എക്സ് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ എനിക്ക് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ബേസ് ഉണ്ട്. ഇതാണ് നമുക്കിനി കിട്ടാനുള്ളത്. അപ്പൊ എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്താ? 2.6 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് എന്താ? 1 സ്ക്വയർ പ്ലസ് 2.4 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതിന് ഞാൻ സോൾവ് ചെയ്യാം. നോക്കിക്കേ, 2.6 ദി ഹോൾ സ്ക്വയർ നമുക്കറിയാലോ എന്താണ്? 676. നമ്മൾ നേരത്തെ എന്താണ് സോൾവ് ചെയ്ത് കിട്ടിയതല്ലായിരുന്നോ? 2.6 ദ ഹോൾ സ്ക്വയർ 6.76 അല്ലേ? അപ്പൊ 6.76 ഞാൻ അവിടെയും കൊടുക്കണം. ഇവിടെ 6.76 ഈക്വൽ ടു 1 സ്ക്വയർ 1 ആവും പ്ലസ് 2.4 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ത് വരും? 2.4 ദി ഹോൾ സ്ക്വയർ minus 2 into 2.4 into x plus x square. ഓക്കെ, ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാ. നോക്കിക്കേ, 6.76 is equal to 1 plus 2.4 the whole square എന്താണ്? നമുക്കിവിടെ അറിയാം 2.4ന് നമ്മൾ റൂട്ട് എടുത്ത് കൊണ്ടുവന്നതാ നേരത്തേല്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചില്ലായിരുന്നോ? എന്താണ് 2.4ൻ്റെത്? 5.76 അല്ലെ? ഇതിന്റെ റൂട്ട് ആയിരുന്നു 2.4. അപ്പൊ 2.4 the whole square എന്തായിരിക്കും? 5.76. അതെ, 5.76 മൈനസ് 2 into 2.4 into x. 2.4 into 2 എത്രയാ? 4 2s are 8, 2 2s are 4. ഇവിടെ ഒരു ഡെസിമൽ വന്നു. അപ്പൊ 4.8 മൈനസ് 4.8 ഇൻറ്റു ഒരു എക്സും ഉണ്ട് പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി 1 പ്ലസ് 5.76 എത്രയാ? 6.76 is equal to 1 plus 5.76 6.76 തന്നെ മൈനസ് 4.8x പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് കണ്ടോ? 6.76 ഈക്വൽ ടു അപ്പുറത്ത് 6.76. ഇതെന്തായാലും ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇതെന്താ ക്യാൻസൽ ആയിപ്പോ. അപ്പൊ എനിക്കിത് കട്ട് ചെയ്യാം അല്ലേ? അപ്പൊ എന്താ? 0 is equal to minus 4.8x plus x square എന്ന് വരും. അപ്പൊ എന്താണ്? 0 is equal to minus 4.x plus x square എന്ന് വന്നു. ഈ മൈനസ് 4.x ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ എന്താവും? പ്ലസ് 4.x ആവും ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി ഇവിടെ എന്താ? ഇത് എക്സ് ഇൻറ്റു എക്സ് അല്ലേ? 4.8x is equal to x into x. ഇതെന്താണ്? എനിക്ക് കട്ട് ചെയ്യാലോ, ഒരു എക്സ് കട്ട് ചെയ്യാലോ. കാരണം എന്താ? ഇതിവിടെ വരുമ്പോ ഡിവൈഡഡ് ബൈ എക്സ് ആവും. അതുകൊണ്ട് ഞാൻ ഒരു എക്സ് കട്ട് ചെയ്ത്. അപ്പൊ എന്താ? എക്സ് ഈക്വൽ ടു 4.8 എന്ന് കിട്ടും. അപ്പൊ എത്രയാ? ഈ പോളിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പോളില് എത്ര സെന്റിമീറ്റർ നീക്കിയെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നേ. ഈ പോൾ എത്ര മീറ്റർ നീക്കിയെന്ന്. അപ്പൊ അതേ എത്രയാ? 4.8 മീറ്റേഴ്സ് നീക്കിന്ന് വേണം പറയാൻ. അപ്പൊ എത്ര? 4.8 മീറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ,
The product of two consecutive odd numbers is 195. What are the numbers? അപ്പം രണ്ട് കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 195 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 1 ആണ് ഒരു ഓഡ് നമ്പർ എങ്കിൽ അതിന്റെ കൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്താ? 3. തൊട്ടടുത്ത് കിടക്കുന്ന ഓഡ് നമ്പർ, അതാണ് കൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ, ഇവിടെ ഒരു +2 ചെയ്തപ്പോഴല്ലേ എനിക്ക് 3. അപ്പൊ അടുത്ത ഓഡ് നമ്പർ 5, ഇവിടെയും +2 ചെയ്തപ്പോൾ. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഇവിടെ എന്താ നമുക്ക് ചെയ്യാം? എക്സ് ആണ് ഒരു ഓഡ് നമ്പർ എങ്കിൽ അടുത്ത് എന്താ? x+2 ആവും. ഇതിന്റെ പ്രോഡക്റ്റ് ഉണ്ട്, x into x+2 is equal to 195. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഈ നമ്പേഴ്സ് ഏതാന്ന് കണ്ടുപിടിക്കണം. എളുപ്പ. x into x, x². x into 2 എന്താ? 2x equal to 195. ഇനി x² + 2x is equal to 195. ഇതെങ്ങനെയാ? ഇത് നമ്മുടെ a+b² ഫോർമുല ആണോ? അല്ല, അതിലോട്ടാക്കാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അതെങ്ങനെയാ? എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, x² + 2x എക്സിന്റെ കോഎഫിഷ്യന്റ് 2, അതിന്റെ ഹാഫ് എടുത്ത് എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുത്ത്. ഇതുപോലെ തന്നെ അപ്പുറത്തും കൊടുക്കണ്ടേ? 195 + 2/2 the whole square. x² + 2x 2/2 the whole square എന്താവും? 1 സ്ക്വയർ ആവും. അപ്പം x² + 2x + 1 equal to 195 + 1 എന്ന് വരും. 195 + 1 2/2 the whole square ആണ്. അത് 1 ആവും. അപ്പൊ ഇതെനിക്ക് എന്താണ്? ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ x² എന്താണ് kx + k/2 the whole square എടുക്കുവാണെങ്കിൽ ഇതിന് ഏത് ഫോമിൽ എടുക്കാം? x + k/2 the whole square. ഇവിടെ k/2 എന്താണ്? 1 ആ വന്നിരിക്കണം അല്ലേ? ഇവിടെ k/2 എത്ര വന്നിരിക്കണം? 2/2 1. അപ്പൊ എന്താ? x + 1 the whole square എന്ന് എടുക്കാം. ഞാൻ x + 1 the whole square എന്ന് എടുക്കാൻ പോവാം. x + 1 the whole square is equal to 195 + 1 196. ഇനി റൂട്ട് എടുക്കാലോ. ഇത് റൂട്ട് എടുക്കുമ്പോ എന്താ? ഈ സ്ക്വയർ അങ്ങ് പോകും. അപ്പൊ എത്രയാ? x + 1 ആവും. അപ്പൊ റൂട്ട് 196 എത്രയാ? റൂട്ട് ഓഫ് 196 എന്ന് പറയുമ്പോ 14. ഇവിടെ 14 വരും. അപ്പൊ ടേക്കിംഗ് ദ റൂട്ട്സ് ഇവിടെ എടുത്താൽ മതി. ടേക്കിംഗ് ദ റൂട്ട് x + 1 is equal to 14. x equal to 14 - 1 13. 13 അല്ലേ? അപ്പൊ 13 കിട്ടി. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് 13 മാത്രമാണോ? അല്ല, ഇവിടെ എനിക്ക് +or -14 അപ്പൊ എന്താ? എനിക്ക് ഒരു കേസും കൂടെ ഉണ്ട് അല്ലേ? ഒരു കേസും കൂടെ വരുമ്പം എന്താവും? ഇത് എന്താവും? x + 1 equal to ഇത് കേസ് 1. കേസ് 2 എന്ത് വരും? x + 1 is equal to -14. അപ്പൊ എന്താണ്? x equal to -14 - 1 is equal to -15. ഓക്കെ. അപ്പൊ ഞാനിവിടെ x equal to 13 എടുക്കുവാണെങ്കിൽ എന്താ? അടുത്ത നമ്പർ എന്ത് വരും? x + 2 എന്ന് പറയുന്നത് എന്താവും? 15 ആവും. ഇനി x equal to -15 എടുക്കുവാണെങ്കിൽ x + 2 എന്താകും? -15 + 2 വരും അല്ലേ? അതെന്താ? -13 വരും. അപ്പൊ 13 എടുക്കണമെങ്കിൽ 15 വരും, -15 എടുക്കണമെങ്കിൽ -13 വരും. അപ്പൊ ഇത് രണ്ടും പോസിബിലിറ്റീസാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. How many terms of the arithmetic sequence 579 must be added to get 140 as the sum? How many terms of the arithmetic sequence? ഇതെന്താ? 5, 7, 6 etc. 5ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 7ഉം 6ഉം തമ്മിലുള്ള 5ഉം 7ഉം തമ്മിൽ 2 ഉണ്ട്. 5, 7, 6 അല്ലല്ലോ. 5, 7, 9. അപ്പൊ ഇവിടെ എന്താ? 7ഉം 9ഉം ഡിഫറൻസ് 2 ആ. അപ്പൊ എനിക്ക് എന്താ? കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് എന്താണ്? 5 ആയിട്ട് എടുക്കാം. അപ്പൊ എന്താ? ഹൗ മെനി ടേംസ് ഓഫ് ദ
അരിത്മെറ്റിക് സീക്വൻസ്. എത്ര ടേംസ് എടുക്കുക, ഈ ഒരു സീക്വൻസിൽ നിന്ന് എത്ര ടേംസ് എടുത്ത് ആഡ് ചെയ്താലാണ് എനിക്ക് 140 കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ സമ്മിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Sn is equal to n/2 into 2a plus n minus 1 into d അല്ലേ. Sn നമുക്കറിയാം എത്രയായിരുന്നു, 140 അല്ലേ, 140. d എന്ന് പറയുന്നത് 2, a equal to 5 അല്ലേ. ഇവിടെ സൈഡിൽ എഴുതാം. d is equal to 2, a is equal to 5, Sn എന്ന് പറയുന്നത് 140. Sn is equal to 140 is equal to n/2. n അറിയില്ല, n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 2 into a എത്രയാ, 5. 5 plus n minus 1 into d എത്രയാ, 2. ഇനി 140 is equal to n/2 into 5 2s are 10 plus n minus 1 into 2. ഇത് ബ്രാക്കറ്റ് തുറക്കാലോ, n into 2 2 minus 1 into 2 2. ഇവിടെ 2n വരുവേ, n into 2 2n minus 1 into 2 2. ഓക്കെ. ഇനി 140 is equal to n/2 into ഈ by 2 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാത്തിനും കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനും കൊടുത്താൽ ഓരോ ടേംസിനും ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. 10 ഒരു 2ന്റെ മൾട്ടിപ്പിളാ, 2 ഒരു 2ന്റെ മൾട്ടിപ്പിളാ, 2 ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഞാൻ എന്ത് ചെയ്ത് ഇവിടെ 2നെ പുറത്തേക്ക് എടുത്ത് ഇൻറ്റു 2 എന്ന് വരും. അപ്പൊ എന്താ ഇവിടെ 5 അല്ലെ, 10ന്റെ സ്ഥാനത്ത് 5 വരും, കാരണം 5 into 2 10 ആവും. പ്ലസ് 2n, അവിടെ വെറും n വരും, 2 into n 2n മൈനസ് ഇവിടെ എന്താ 1 വരും, 1 കണ്ടോ. ഇനി നോക്കിക്കേ, 140 is equal to n/2 into 2 എന്നും പറഞ്ഞ എന്താ, ഈ 2 ഈ 2 ക്യാൻസൽ ആവും. അപ്പൊ ബാലൻസ് എത്രയുണ്ട്, ഇവിടെ n മാത്രം. ബ്രാക്കറ്റിന്റെ അകത്ത് നോക്കിക്കേ, 5 minus 1 4, 4 plus n. നോക്കിയേ 140 is equal to n into 4 4n plus n into n n square. അപ്പൊ എന്താ n square plus 4n is equal to 140 എന്ന് തോന്നുന്നു. അപ്പൊ അതെ നോക്കിക്കേ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. n square plus 4n is equal to 140. ഇതെന്താ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാം അല്ലെ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡിൽ എന്താ, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് n ആ. അപ്പൊ n-ന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, അതെന്താ 4, അതിന്റെ ഹാഫ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുത്ത് ഇങ്ങോട്ട് ആഡ് ചെയ്തു, ഈക്വൽ ടു അതുപോലെ തന്നെ ഇപ്പുറത്തും ആഡ് ചെയ്യണ്ടേ, പ്ലസ് 4/2 ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ വന്ന് എന്ത് ചെയ്താൽ മതി, 4/2 ഇതെന്ത് ഫോമിൽ വരും, എക്സ് പ്ലസ് k/2 ദി ഹോൾ സ്ക്വയർ ഫോമിൽ തന്നെ. ഇവിടെ എക്സ് പ്ലസ് k/2 ദ ഹോൾ സ്ക്വയർ ഫോം എങ്ങനെ എഴുതേണ്ടത്, ഇവിടെ n പ്ലസ് k/2 4/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും, ഈക്വൽ ടു 140 പ്ലസ് 4/2 എത്രയാ 2, ഇവിടെ സ്ക്വയറും വരും. ഇനി n പ്ലസ് 4/2 2 തന്നെ, n പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 140 പ്ലസ് 4 എന്ന് വരും. 140 പ്ലസ് 4 സ്പേസ് വേണം. ഇനി ബാക്കി എന്ത് വരും, n plus 2 the whole square is equal to 144 എന്ന് വരും. 140 plus 4 4 144. ഇനി റൂട്ട് കളയാം, അപ്പൊ എന്താ സ്ക്വയർ കളയാം. അതിനെന്ത് ചെയ്യണം, നമ്മൾ റൂട്ട് എടുക്കണം. അപ്പം n plus 2 ഈ സ്ക്വയർ അങ്ങ് പോകും റൂട്ട് എടുക്കുമ്പോൾ. റൂട്ട് ഓഫ് 144 12 into 12 ആണ് 144. അപ്പൊ ഇവിടെ 12 വരും, പ്ലസ് ഓർ മൈനസ് 12 വരും. അപ്പൊ 2 കേസസ് വരും അല്ലേ. അപ്പൊ 2 കേസസ് വരുമ്പോ എന്താകും, ഒന്ന് n പ്ലസ് 2 is equal to minus 12 എന്ന് വരും അല്ലേ. അപ്പൊ n is equal to എന്താവും, minus 12 minus 2 is equal to
-14 വരും. ഇത് എടുക്കാൻ പറ്റുമോ? -14 n നമ്പർ ഓഫ് ടേംസ് നെഗറ്റീവ് ആയിട്ട് വരുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് റിജക്ട് ചെയ്യണം. അപ്പൊ n is equal, അടുത്ത കേസ് നോക്കാം. n+2 is equal to +12 എടുക്കാം. n+2 is equal to +12 വരുമ്പോൾ n equal to 12 - 2 10. അപ്പൊ എന്താണ്? 10 ടേംസ് എടുക്കണം. ആ അരിത്മെറ്റിക് 579 എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസിൽ നിന്ന് 10 ടേംസ് എടുത്ത് ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സമ്മ് 140 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, അപ്പം ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്സ്. അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എളുപ്പമാണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ നമ്മൾ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. എന്നാലും എളുപ്പമാണ് ചെയ്യാൻ, ശ്രദ്ധിച്ച് കാൽക്കുലേഷൻസ് ചെയ്യുക. സോ ഇതോടുകൂടി ഈ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിന്റെ അടുത്ത ടോപ്പിക്, ഈ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ.